കോട്ടയം വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും നേരെ കയ്യേറ്റം. ആശുപത്രിയുടെ നിർമ്മാണ സ്ഥലം പരിശോധിക്കാൻ എത്തിയപ്പോൾ കോൺട്രാക്ടറും ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. സ്വകാര്യ ആശുപത്രിയുടെ നിർമ്മാണത്തെ തുടർന്ന് പ്രദേശത്തെ 25ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുടങ്ങിയതോടെ പരാതിയുണ്ടായിരുന്നു. ഇത് അന്വേഷിക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും സ്ഥലത്തെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറി വിളിച്ചുകൊണ്ട് അദ്ദേഹം അയാളുടെ ഒരു ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. ആ ഷൂ ഇട്ടിരിക്കട്ടെ അദ്ദേഹം ചവിട്ടി. അതുപോലെ ഞങ്ങളുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവിടെ വീണു. ഈ ഉന്തിരിന്നുള്ള ഇടയ്ക്ക് അയാൾ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്ത് വീഴുമൊക്കെ ഉണ്ടായി. പ്രസിഡന്റിനെ മർദ്ദിച്ചു, മുട്ടുകൈക്ക് ഇടിച്ച്. പൊടിയെന്ന് പറഞ്ഞ ചീത്തയാണ് വിളിക്കുന്നത്. എന്നെയും വളരെ മോശമായ രീതിയിൽ എന്നെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മോശമായ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്ത് ചീത്ത പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം എനിക്ക് ഗുണ്ടകളെ പോലെ ഇടവാ. അദ്ദേഹത്തിന് അവിടെ വരേണ്ട ഒരു കാര്യമുള്ളതല്ല. ആ പ്രദേശത്ത് അദ്ദേഹത്തെ ബാധിക്കുന്ന ആ കെട്ടിടത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളിൽ ഞങ്ങൾ പോയതല്ല. ഞങ്ങൾ ഈ കുടിവെള്ള പ്രശ്നമായിട്ട് ഇന്നലെ സമരം ഉണ്ടായിരുന്നു. ആ സമയത്ത് പഞ്ചായത്തിൽ നിന്ന് അവർ ഞങ്ങളുടെ കാര്യങ്ങൾ കണ്ടുപഠിക്കാനായിട്ട് ഒരു ഭരണസമിതി വന്നായിരുന്നു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കം ആൾക്കാർ വന്നായിരുന്നു. അപ്പോൾ അവർ വന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഭാഗം അവർ നോക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ആശുപത്രിയിൽ അവിടെ പോയി നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രി പഞ്ചായത്തിൽ വന്നപ്പോൾ ഞങ്ങളോടും പറഞ്ഞു, അപ്പോൾ നമുക്ക് പോയി കണ്ട് പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കോൺട്രാക്ടർ ഞങ്ങളെ അങ്ങോട്ട് കയറ്റാനോ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് അവർ ആ കോൺട്രാക്ട് തല്ലി, വൈസ് പ്രസിഡന്റ് ചവിട്ടി, അനാവശ്യമായിട്ട് വാക്കുകളെല്ലാം ഉപയോഗിച്ച് അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇതൊരു ഗുണ്ടായിസാണ്. നാളെ ഒരു ആശുപത്രി വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ വെള്ളം മലിനമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കാര്യം പറയാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാകും. അഖിൽ കെ നൽകും കൂടുതൽ വിവരങ്ങൾ. അഖിൽ, ആ ദൃശ്യങ്ങളിൽ തന്നെ വലിയ തർക്കവും ഉന്തും തള്ളും ഒക്കെ കാണാം. എന്താണ് ഇതിന്റെ തുടക്കം? ഇരുപക്ഷവും പറയുന്നത് എന്താണ്? റോഷി, അതായത് ഇത് വടവാതൂരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വിജയപുരം പഞ്ചായത്തിന് കീഴിൽ ഒരു സ്വകാര്യ ആശുപത്രി നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് 10-28ഓളം വരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന അടക്കമുള്ള കുടുംബങ്ങൾ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കുടിവെള്ള സ്രോതസ്സുണ്ട്. ഈ കെട്ടിടത്തിന് നിർമ്മാണം തുടങ്ങിയതോടുകൂടി തന്നെ അവിടെയുള്ള കുടിവെള്ള സ്രോതസ് മലിനമാവുന്ന പരാതി നിരന്തരമായി അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുകയും ഇത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിലടക്കം വന്നതിന് പിന്നാലെയാണ് പഞ്ചായത്ത് ഇത് പരിശോധിക്കാനായി അവിടെ എത്തിയതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഇവർ പിന്നീട് ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയെന്ന് പറയുന്നത്. നമുക്ക് ആ പഞ്ചായത്ത് കമ്മിറ്റി അംഗത്തിന്റെ ദേഹത്ത് ഈ ചവിട്ട് കിട്ടിയതിന്റെ പാടൊക്കെ ഉണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ തർക്കം അത് വലിയ തരത്തിലുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് തന്നെയാണ്. എന്തായാലും സംഭവത്തിൽ വിജയപുരം പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകുന്നുണ്ട്. കാരണം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അടക്കമുള്ള, അതായത് പഞ്ചായത്ത് അധികൃതർ, പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം ജീവനക്കാരും മാത്രമല്ല EU അടക്കമുള്ള ഉദ്യോഗസ്ഥരും അതിനൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ്. സ്വാഭാവികമായും ഈ ജീവനക്കാർക്കെതിരെ അല്ലെങ്കിൽ ഈ കോൺട്രാക്ടർക്കും ഇതര സംസ്ഥാന തൊഴിലാളികളുമായിട്ട് ജീവനക്കാരെതിരെ സ്വാഭാവികമായിട്ടും ഇവരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയടക്കമുള്ള, അതായത് സർക്കാർ ജീവനക്കാരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അടക്കമുള്ള വകുപ്പുകൾ സ്വാഭാവികം പോലീസിന്റെ ഭാഗത്തുണ്ടാകും. ഈ പഞ്ചായത്തിൽ കയ്യേറ്റം ചെയ്ത സ്ത്രീയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതിനെതിരെ കേസും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രശ്നമുണ്ടായില്ല. പക്ഷേ ഈ കെട്ടിട നിർമ്മാണം തുടങ്ങിയ ശേഷം ഈ സ്വാഭാവിക കുടിവെള്ള സ്രോതസ്സാണ്. ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇത് മലിനമായതിനെ തുടർന്ന് അത് പരിശോധിക്കാൻ പോയതാണ്. പക്ഷേ ഇതിൽ ഈ ജനങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ ജനങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ന്യായമുണ്ട്, അല്ലെങ്കിൽ അവർ ഉന്നയിച്ച വിഷയത്തിൽ ന്യായമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ കെട്ടിട നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ അടക്കമുള്ള കാര്യങ്ങൾ നൽകുമെന്നാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും പഞ്ചായത്ത് അധികൃതർ പറയുകയും ചെയ്യുന്നത്. റോഷ്നി, ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.